നമസ്കാരം, ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം. അസമിൽ ബി ജെ പിക്കുള്ള കുഴി ഇപ്പോൾ ബി ജെ പി തന്നെ കുഴിക്കുകയാണ്. അസമിൽ ബി ജെ പിയുടെ അധികാരം കൈവിടാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണാൻ സാധിക്കുന്നതും. കാരണം തോൽവി ഉറപ്പാകുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുക ബി ജെ പിയുടെ സ്ഥിരം പല്ലവിയാണ്. അതേ തന്ത്രം തന്നെയാണ് ബി ജെ പി ഇത്തവണ അസമിലും പയറ്റിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് നേതാവും എം പിയുമായ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ ബി ജെ പിയും അസം മുഖ്യമന്ത്രിയും അപകീർത്തികരമായ പ്രചാരണവും വ്യക്തിഹത്യയും നടത്തുകയായിരുന്നു. ഗൗരവ് ഗൊഗോയിയുടെ ബ്രിട്ടീഷുകാരിയായ ഭാര്യ എലിസബത്തിന് പാകിസ്ഥാനുമായും ചാരസംഘടനയായ ISIയുമായും ബന്ധമുണ്ടെന്നായിരുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ആരോപണം. എന്നാൽ ഈ ആരോപണം അസമിൽ കോൺഗ്രസ് വളരുമെന്ന ബി ജെ പിയുടെ ഭയത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ജോർഹട്ട് ലോക്സഭാ സീറ്റിൽ ഗൊഗോയ് വിജയിക്കുകയും അസം മുഖ്യമന്ത്രിയുടെ അഴിമതി തുറന്നു കാട്ടുകയും ചെയ്യുന്നതിനാലാണ് ബി ജെ പി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്ന യാഥാർത്ഥ്യത്തെ കോൺഗ്രസ് തന്നെ ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ്. അസം മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തൽ, വളച്ചൊടിക്കൽ, വഴിതിരിച്ചുവിടൽ എന്നിവയിൽ മുൻപന്തിയിലാണെന്നും ഒരു വർഷത്തിനകം അസം ജനത ആ മുഖ്യമന്ത്രിയെ പുറത്താക്കുമെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുകയാണ്. മാത്രമല്ല ബി ജെ പിയുടെ ആരോപണം നിഷേധിച്ച കോൺഗ്രസ് ഇതിന് തെളിവ് ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം എലിസബത്ത് കോൾബേണിന്റെ പാക് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അസം മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇത് ബി ജെ പിയുടെ ആസൂത്രിത പദ്ധതി തന്നെയാണെന്ന് പറയാം. കാരണം ഗൗരവ് ഗൊഗോയ് അസം നിയമസഭയിൽ കോൺഗ്രസിനെ നയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ ഈ നീക്കം. ഗൊഗോയ് അസമിൽ പകരം വെക്കാനില്ലാത്ത നേതാവാണെന്ന് തെളിയിക്കുന്നതാണ് ബി ജെ പിയുടെ ഈ ഭയം. ഗൊഗോയ് ഒരു വർഷത്തിനുള്ളിൽ അസാമിൽ കോൺഗ്രസ് തരംഗം ഉണ്ടാക്കുമെന്ന എല്ലാ സൂചനകളും ബി ജെ പിക്ക് ലഭിച്ചിരുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുമായി ബി ജെ പി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ബി ജെ പിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഗൗരവ് ഗൊഗോയ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ഗൗരവ് ഗൊഗോയ് അസമിലെ ജനങ്ങളുടെ വിവേകത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതെല്ലാം ബി ജെ പിയുടെ അസം നഷ്ടപ്പെടുമെന്ന ആശങ്കകൾ വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അസം കൈവിട്ടു പോകാതിരിക്കാൻ ഇത്തരത്തിലുള്ള പല നെറികെട്ട രാഷ്ട്രീയവും ബി ജെ പി കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനാൽ ഇനിയും ബി ജെ പിയുടെ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ അസമിൽ അരങ്ങേറാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഗൗരവ് ഗൊഗോയ് ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു.